ദേ നമ്മളൊരു ഗംഭീര സംഭവം കാണാൻ പോവാ. കർട്ടൻ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. ഒന്ന് മാറ്റിയേ. ഇത് കണ്ടോ, ഗംഭീര ഒരു സംഭവമാണ്. നമ്മൾ കണ്ടാ വിചാരിക്കും എന്തോ തടിയെ കൊത്തിയതാണോ അല്ല അല്ലാതെ വരച്ചാന്ന്. ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇത് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാ? ഇതിന് പറയുന്ന ക്വിൽഡ് പേപ്പർ എന്നുള്ള മെറ്റീരിയൽ ആണ്. നമ്മൾ കമ്മലും മാലയൊക്കെ ഉണ്ടാക്കുന്ന കമ്മലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതിന്റെ കളറുകൾ ഉണ്ടോ, പല ടൈപ്പ് കളറുകളാ. ഈ കളറാണ് ദേ ഇതിന്റെ ഓരോ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ദേ ഇതിന്റെ ഓരോ കളറുകളാ കണ്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടോ, ഇതിന്റെ നഖമായാലും ഇതേ ഇവിടുത്തെ കളർ കണ്ടോ, ഈ കളറുകൾ, അതുപോലെ കാലിന്റെ കളറ്, എല്ലാ സംഭവങ്ങളും ഓരോ പേപ്പർ ആയില്ലയോ. എത്ര സമയം എടുത്തത് ചെയ്യാന്? ഇത് ചെയ്യാൻ ഒരു 2.5 വർഷം എടുത്തു. 2.5 വർഷം എടുത്ത ഒരു സംഭവമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഇത് തുറക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുവന്ന്. അപ്പൊ അത്ര ടൈം എടുത്ത സാധനമാണ്. ഇത് കൂടാതെ തന്നെ 1000കണക്കിന് ഡിസൈൻ ഇവിടെ ഉണ്ടല്ലോ. ആർക്കൊക്കെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്? ഇത് ജയസൂര്യക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ സെലിബ്രിറ്റികൾക്ക് മിക്കവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ദേ ഇങ്ങോട്ടൊന്ന് തിരിച്ചേ. ഇവിടെ നമ്മുടെ ലാലേട്ടനെ ചെയ്തേക്കുന്നതും ദേ ഇതേപോലുള്ള ഈ ഒരു പേപ്പർ കൊണ്ടാണ് ലാലേട്ടനെ ഇങ്ങനെ ചുരുട്ടി ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവരെയും, ശ്രീനാരായണ ഗുരു ഉണ്ട്, അതുപോലെ തന്നെ ചിത്ര ചേച്ചി ഉണ്ട്, നമ്മുടെ സുരേഷ് ഗോപി ഉണ്ട്, അതുപോലെ എല്ലാവരും ഉണ്ട്, മോദിജി ഉണ്ട്. അപ്പം ഇത് ചെയ്യാനായിട്ടേ സാധാരണ ഒരു പിക്ചറൊക്കെ ചെയ്യാൻ എത്ര സമയം എടുക്കും? ഒരു 10 ദിവസമെങ്കിലും വേണം ഇതുപോലെ ഒരു കളർ പിക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും കുറഞ്ഞത് 10 ദിവസം വേണം. കസ്റ്റമൈസ് ആയിട്ട്. എത്ര വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ ഒരു 18 വർഷമായി ഈ ഒരു ഫീൽഡിലായി ചെയ്യാൻ തുടങ്ങിയിട്ട്. എല്ലാവരും കമ്മലും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിത് ഇതെങ്ങനെ ഉണ്ടാക്കാനായിട്ട് തുടക്കം ഒന്ന് കാണിച്ചു തരാമോ? ഇത് നമ്മൾ ഈ പറഞ്ഞ പേപ്പർ, സ്കിൽഡ് പേപ്പർ തന്നെ വെച്ചിട്ടാണ്. അതിന് ഉപയോഗിക്കുന്ന ടൂളാണിത്. ഇതൊരു സ്ലോട്ടഡ് ടൂളാണ്. ഇതിനിടയ്ക്ക് ഒരു സ്ലോട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ അതില് സ്ലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് റോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുരുട്ടി എടുക്കാൻ പറ്റും. അതെ അതെ, ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മൾ അതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അതിന് ഫെവിക്കോൾ നമ്മൾ സാധാരണ വൈറ്റ് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ഷേപ്പിലാക്കിയിട്ട് ഇതിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ആയി കഴിഞ്ഞു. ഇതുപോലെ ഇങ്ങനെ. അപ്പൊ ഇതേപോലെ അങ്ങനെ ഒരു പിക്ചർ ചെയ്യണമെങ്കിൽ 2-2.5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം അത്രയ്ക്ക് പണിയെടുത്താ ചെയ്യുന്നത്. ഇതെല്ലാം പല സാധനങ്ങളും ഇവിടെ ഇതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്, കസ്റ്റമൈസ് ആയിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് പോർട്രേറ്റുകളെല്ലാം. മക്കളൊക്കെയോ? മക്കള് 2 പേരുണ്ട്. മോനിപ്പോ +2 കഴിഞ്ഞ് NIDയുടെ എൻട്രൻസ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എറണാകുളത്ത്. മോള് 10th ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഇത് ചെയ്യുന്നുണ്ടല്ലോ. അതെ, മോളുടെ ആണ് ഈ ക്യൂട്ട് സീരീസ്. അതെ, മോളുടെ ആണ് ഈ പോർട്രേറ്റ്. മമ്മൂട്ടി ചെയ്തു, ശ്രീനാരായണ ഗുരു, അതൊക്കെ മോൻ ചെയ്തതാ. വിജയുടെ സിഗ്നേച്ചറും കിട്ടിയിട്ടുണ്ട്. വിജയ് സൈൻ ചെയ്തതാ. കണ്ടോ, ഇത് കണ്ടോ, പ്രിയമുടൻ. അപ്പൊ ഇതാരാണെന്ന് പരിചയപ്പെടുത്തിയേ? ഇതാണ് നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. പക്ഷെ ഫുൾ സപ്പോർട്ടാ കേട്ടോ. ആ സപ്പോർട്ട് കൊണ്ടായി വിജയം മുന്നോട്ട് പോകുന്നത്. ഇൻസ്പിറേഷൻ. അത് തന്നെ അത് ചെറിയ സപ്പോർട്ട് അല്ല കേട്ടോ, വലിയ സപ്പോർട്ടാണ്. നമ്മുടെ ഫാമിലി മുഴുവൻ ഇതിനു വേണ്ടിയിട്ടുള്ള അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിതെല്ലാം ചെയ്ത് ഏത് ഡിസൈൻ പറഞ്ഞാലും ചെയ്ത് കൊടുക്കുമല്ലോ. ഡിസൈനും ഏതൊരു തീമായിട്ടാണെങ്കിലും എന്താണ്, കല്യാണത്തിനായാലും അല്ലാതായാലും എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് പിന്നെ വേറൊരു ഒരു 3D മോഡലാണ്. ഇത് മോന്റെ വർക്കാണ്. ഇതും പേപ്പറിൽ ചെയ്താ സെയിം പേപ്പർ തന്നെയാണ്. ബുള്ളറ്റ് കണ്ടോ, ഈ ബുള്ളറ്റ് പേപ്പർ ചെയ്തതാ കണ്ടോ.